ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചേച്ചി പഠിക്കണ സൗണ്ടായിട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ തിരുവാതിരയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ സമയം 4:42 നല്ല ഉറക്ക ക്ഷീണമുണ്ട്. കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. ശരി, എനിക്കിനി 5:30 സ്കൂളിലെത്തണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആവണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വെട്ടമാണ് ചായ കുടിക്കാം. അമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതല്ലാട്ടുണ്ട് വ്ളോഗാണ്. ഇന്ന് തിരുവാതിരല്ലേ. പിന്നെ ഞങ്ങളോട് തന്നെ ദശപുഷ്പമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും കൊണ്ടുവന്നായിരുന്നു, ടീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം തികയൊക്കെ ചെയ്തു. എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ദശപുഷ്പത്തിലുണ്ടായിരുന്ന എല്ലാം. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സംഭവമാണ് മൈലാഞ്ചി തികത്തിലാവുക. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്ത വർഷം തിരുവാതിര കളിക്കുമ്പോൾ അത് പൊക്കോളും. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ ബ്രെഡും മീൻകറിയൊക്കെ എടുത്താണ്. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. ആ ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ നേരെ ചപ്പാത്തിയിലോട്ട് ട്രാൻസിഷൻ നടത്തി. അപ്പോൾ ഇതെന്ത് ഞാൻ ഇങ്ങനെ വിറപ്പിക്കണേന്ന് കാണിച്ചാൽ ചൂടായതുകൊണ്ട് കേട്ടോ കാണിക്കണേ. അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ കാണിക്കണതാണ്. പിന്നെ ഇതെന്താ കാണിക്കുക വെച്ചാൽ കഴിക്കുന്നത് കാണിക്കണേന്ന്. പക്ഷെ എൻ്റെ മൂക്ക് വരെ കാണുള്ളൂ എന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ആ തംസപ്പിൻ്റെ അർത്ഥം. അപ്പോൾ ഗൈസ് കുഞ്ഞല്ലേറ്റിട്ട് ഗൈസ് നമ്മൾ ഇറങ്ങാമേ. പൂച്ച എന്നെങ്കിലും ഒന്ന് വെറുതെ വിടേ, ഞാൻ പാവമാണേ. ഇപ്പൊ ഈ പോർച്ചിലിട്. ശരി, മോനെ പോ. രണ്ട് ചെരുപ്പ് വേണം. അതന്നെ ഇട്. ഓക്കെ. ഈ ക്ലിപ്പിൽ പകുതിയും ഇരുട്ടായിരിക്കും, കാരണം അവിടുത്തെ ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അത് കാരണമാണ്. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ ഫോണൊക്കെ പിടിച്ച് പോയതാണ്. എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ബസ് പകുതി എത്തിയപ്പോൾ എനിക്ക് ഇരുട്ട് ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഫ്ലാഷൊക്കെ ഓണാക്കി. ഗൈസ് നമ്മൾ റെഡി ആയി. ഹായ്. ഓക്കെ, ആരാ വന്നേ? വെട്ടമില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ ഫാൻസാണ്, ഫാൻസല്ല ഫ്രണ്ട്സാണ്. തിരുവാതിരയല്ലേ ഒരു ട്രാൻസിഷനാണ്. ഒരു ട്രാൻസിഷൻ എടുക്കാൻ നോക്കിയതാ, ചീറ്റിപ്പോയി. നമ്മൾ ശാലൻ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ തിരുവാതിര ജില്ല അനുസരിച്ച് കിട്ടുമോ നോക്കാം, കണ്ടറിയാം. കണ്ടറിയാം. ഗൈസ് അഡ്വൈസ്, അവിടെ സ്റ്റേജ് കണ്ടു. നമ്മൾ അവിടെയാണ് കളിക്കുന്നത്. ഞങ്ങൾ ഓടട്ടെ. പിന്നെ ഇനി ഫുൾ അങ്ങോട്ട് വോയിസ് ഓവർ ആയിരിക്കുന്നതായിട്ട് ചൈത്ര. പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ പറയുന്നതാണ് നമ്മുടെ ക്രിസ്റ്റീന. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ ഫയോണേച്ചി, പുറമേ കേട്ട നക്ഷത്രം. ഇപ്പം ഞങ്ങളെന്താ പറയണതെന്ന് വെച്ചാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ എനിക്ക് തിരുവാതിര വെച്ചിട്ട് വയ്യ, അതാണ് പറയണെങ്കിൽ സംസാരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നന്ദികേച്ചി. വാവ്, ലുക്ക് അറ്റ് ഷീസ് ബ്യൂട്ടിഫുൾ. ഞങ്ങളെന്താ ഇവിടെ എപ്പോൾ പറയണതെന്ന് വെച്ചാൽ ഞങ്ങളുടെ തല മുട്ട പോലെ ഇരിക്കുകയായിരുന്നു, എന്തോ മുട്ട പോലെ ഇരിക്കുകയായിരുന്നു ശരിക്കും. പിന്നെ പകുതി വീഡിയോസിൽ ഞാൻ എന്താ പറയണതെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ വോയിസ് ഓവർ അങ്ങനെ ഡയറക്റ്റ്ലി ഇതിനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അവിടെ ഇടയ്ക്ക് എന്താ പറയുന്നത്. പിന്നെ ക്രിസ്റ്റീനൊക്കെ റെഡിയായിട്ട് നമ്മൾ ഈ ദശപുഷ്പമൊക്കെ വെച്ചത് തലയിൽ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണല്ല. നന്ദിക സെലിബ്രേറ്റ് ആവാൻ പോവുകയാണ്. മേക്കപ്പ് ഇടുന്ന പേരെന്താണ്? പേരെന്താ? ഗൈസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈസ് അരുൺ ചേട്ടൻ. താങ്ക് യു ചേട്ടാ. ആ ചേട്ടൻ വിജയ്. ഞാൻ വിചാരിച്ചു വിജയ് ഇരിക്കുന്നു. ഇവിടെ എച്ച് എസ് ഉണ്ട് ഗൈസ്.
പിന്നെ നമ്മുടെ ചേച്ചിയുണ്ട്. ഇവിടെ ഒരു ഹായ് ഒരു ഹായ് പറയാൻ അങ്ങനെ ഒത്തിരി കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ തിരുവാതിരക്കളി തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് ഇതെന്താണ് നിങ്ങളുടെ അടുത്ത് ഇതായിട്ട് ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കളിച്ചാൽ ഇതായിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ലേ. നല്ലോണം അച്ഛനോടത്തോളം കളിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രശ്നവും പോലെ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് പറയാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ സ്പീഡിലിട്ടാണെന്ന് വെച്ചാൽ വീഡിയോ ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. 15 മിനിറ്റ് കൊണ്ടാണ് 8 മിനിറ്റൊക്കെ ചുരുക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് ലോങ്ങായി അത്ര മെനു ഉണ്ടാവില്ല. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് ഫുള്ളായിട്ട് അങ്ങനത്തെ ഇതാണ് കുറച്ച് ബോറായിരിക്കും. കാരണം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഈ സ്റ്റെപ്പൊക്കെ എനിക്ക് ഫേവറേറ്റ് സ്റ്റെപ്സിലൊക്കെ കുറച്ച് സ്റ്റെപ്സൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഓരോന്നും ഇങ്ങനെ അടിക്കില്ല. അടിക്കുന്നതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സൗണ്ട് നല്ലതാണ്. അതാണ് പറയുന്നത്. പിന്നെ അപ്പം അതാണെങ്കിൽ എല്ലാവരും നല്ലോണം ചെയ്തു. ഇപ്പൊ പറയൂ റിസൾട്ട് പറയൂ. നമുക്കതാണ് യൂട്യൂബ് ചാനൽ ഉണ്ടോ? പേരെന്താ? ഫാമിലി. എന്ത് ആ ഒരു അവസ്ഥയാണ് എനിക്ക്. ഫസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ സന്തോഷമില്ലാത്തത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല കോഡ് നമ്പർ 5 ഞാൻ OP5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഫസ്റ്റ് കിട്ടി ഗൈസ് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം തന്നെ ഞങ്ങൾക്ക് സന്തോഷം കിട്ടാം. പിന്നെ ഞാൻ വീട്ടിലെത്തി. ഇപ്പം എന്തോന്നാ നെയിൽസ് ഉണ്ടാക്കിയത് നേരത്തെ ഉണ്ടാക്കിയതാണ്. പിന്നെ എൻ്റെ പുറമെ നെയിൽ പോളിഷ് അടിച്ചിട്ടുള്ളൂ. പക്ഷേ മിഡിൽ ഫിംഗർ മാത്രം നെയിൽ പോളിഷ് കുറച്ച് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.